നമ്മിൽ പലർക്കുമുള്ളൊരു പ്രയാസമാണ്, പരാതിയാണ്. പഴയതുപോലെ എനിക്ക് നിസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല, പഴയതുപോലെ എനിക്ക് നിസ്കാരത്തിന് മധുരം ലഭിക്കുന്നില്ല, ഇബാദത്തുകൾക്ക് മടി വരികയാണ്, എനിക്ക് നിസ്കാരത്തിനും ഇബാദത്തുകൾക്കും ഇതുപോലെ മടി മുൻപെങ്ങും ഉണ്ടായിട്ടില്ല, എനിക്കെന്ത് പറ്റിപ്പോയെന്നറിയില്ല, വല്ലാത്ത ദുഃഖമാണ്. നമ്മിൽ പലരുടെയും ഒരു പരാതിയാണിത്. നമ്മുടെ ഇബാദത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടുക, നിസ്കാരത്തിൻ്റെ സുഖങ്ങൾ നഷ്ടപ്പെടുക, അള്ളാഹുവിന് ആരാധന അർപ്പിക്കുന്നതിന് പഴയതുപോലുള്ള ഉന്മേഷമില്ലാതെ പലപ്പോഴും നമുക്ക് വല്ലാത്ത മടി അനുഭവപ്പെടുക. ഇങ്ങനെ പ്രയാസപ്പെടുന്ന പലരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വരാൻ കാരണം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനൊരു അവസ്ഥയിൽ നിന്നും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ നാം മാറ്റിയെടുത്ത് വീണ്ടും നല്ല തഖ്വയുള്ള മാധുര്യമുള്ള ഇബാദത്തുകൾ അള്ളാഹുവിനെ സമർപ്പിക്കുവാൻ നാം തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ ഹൃദയത്തിന് തുരുമ്പ് ബാധിക്കലാണ്. ഇരുമ്പിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. തീർച്ചയായും ഇരുമ്പിന് തുരുമ്പ് വരുന്നത് പോലെ ചില ഹൃദയങ്ങൾക്ക് തുരുമ്പ് വരും, തഖ്വ നഷ്ടപ്പെടും, ഈമാനികമായ മാധുര്യം പലപ്പോഴും കുറഞ്ഞു പോകും. അങ്ങനെയുള്ളൊരവസ്ഥ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽ ആരോ ചോദിച്ചു, ഫഖീല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ ജലാഉഹ, അതിൽ നിന്നും കരകയറാൻ എന്താണ് നബിയെ ചെയ്യുക? അങ്ങനെ ഹൃദയത്തിനുണ്ടാകുന്ന തുരുമ്പിനെ മാറ്റിയെടുത്ത് ഹൃദയം വീണ്ടും വെളുപ്പിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ സ്ഥലം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റാൻ ഞങ്ങൾ എന്താണ് നബിയെ ചെയ്യേണ്ടത്? സ്വഹാബത്തിൽ ആരോ ചോദിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, സ്വഹാബത്തെ, തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ള മെഡിസിൻ ഉണ്ട്, മരുന്നുണ്ട്. ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക, ഹൃദയത്തിനുണ്ടായ തുരുമ്പ് മാറിക്കിട്ടും. വദിക്റുൽ മൗത്ത്, മരണസ്മരണയുമാണ് സ്വഹാബത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഖുർആൻ ഓതാം, മരണസ്മരണ അധികരിപ്പിക്കാം, ഹൃദയത്തെ അള്ളാഹുവിനുമായിട്ടുള്ള ചിന്തയെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വിലപ്പെട്ട അറിവ് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.